നാഷണൽ അവാർഡ് എപ്പോഴും നാഷണൽ അവാർഡെന്നല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായത് മുഴുവൻ ഞാൻ അങ്ങനെ ഒരു യാദൃശ്ചികമായിട്ട് ഇതൊക്കെ കടന്നു വന്ന് പോകുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി നിലകൊണ്ട ഒരാളായിരുന്നു. ഞാനിപ്പോൾ ഏറ്റവും അവസാനം ചെയ്ത 666ാമത്തെ ഡോക്യുമെൻ്ററിയാണ്. ഒരുപക്ഷെ ഇത് ലോക റെക്കോർഡായിരിക്കും. ലോക റെക്കോർഡ് നമ്മൾ നോക്കിയാൽ അറിയാം 135 ഒരു വ്യക്തി ചെയ്ത ഡോക്യുമെൻ്ററി. പക്ഷേ ഇത് നമ്മുടെ ഒരു താല്പര്യം, നമ്മുടെ ഒരു ഗവേഷണത്തിനുള്ള ഒരു ത്വര, ഇതിനൊക്കെ വേണ്ടിയാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്. ഇതിൽ കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 7 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, 2 നാഷണൽ അവാർഡ് കിട്ടി, ഇങ്ങനെ കുറേ അവാർഡുകൾ കിട്ടുന്നുണ്ട്. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കലാമണ്ഡലം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതല്ല എന്നെ സംബന്ധിച്ച്, ഈ അവാർഡുകളല്ല ഇഷ്യൂ. ഞാനൊരു വെറൈറ്റി സബ്ജക്റ്റിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അത് എനിക്ക് അറിയാത്തൊരു മേഖല നന്നായിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഉറപ്പുള്ള ഒരൊറ്റ ജന്മം ഉള്ളൂ എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്ത് അതിൽ മാക്സിമം പരത്തി വായിക്കുക, ആഴത്തിൽ പോകുന്നതിന് വരെ പരന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയ വഴികളിലൂടെയൊക്കെ ഞാൻ പോകും. അല്ല, ഇപ്പോൾ ലോകം മുഴുവൻ സംസ്കൃതത്തിനൊരു ഒരു ഒരു പുനരുദ്ധാരണം നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇത് അറിഞ്ഞോ അറിയാതോ ഞാൻ ഈ ചെയ്യുന്ന സിനിമ പ്രത്യേക ഗൂഢോദ്ദേശത്തിൽ ചെയ്തതൊന്നുമല്ല. സംസ്കൃത സിനിമ ചെയ്യാന്നുള്ള കുറേ കാലത്തൊരു ആഗ്രഹമാണ്. അതിന് കൃത്യമായിട്ടൊരു സാഹചര്യം വന്നപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ സംസ്കൃതം സിനിമ ചെയ്യുന്ന ഈ കാലഘട്ടം തന്നെയാണ് ലോകം മുഴുവൻ സംസ്കൃതത്തിനൊരു റിവൈവൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ യാദൃശ്ചികത ഇതിന് വലിയൊരു ഗുണമായി. അങ്ങനെയാണ് ഈ നാഷണൽ അവാർഡിലേക്കും ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രമൊക്കെ ആയിട്ട് ഈ പ്രിയമാനസം വരാനുള്ള കാരണം അതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഈ അവാർഡിന് വേണ്ടി പടം ചെയ്തതല്ല ഇത് കുട്ടിക്കാലം മുതലേ സംസ്കൃതമായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ട്. കോളേജ് ലെവലിലൊക്കെ നളചരിതം തലങ്ങും വിലങ്ങും വായിച്ചിട്ടുണ്ട്. അതിനുശേഷം നളചരിതം 5-ാം ദിവസം എന്നുള്ളൊരു ഡോക്യുമെൻ്ററി ചെയ്തു. നളചരിതത്തിന് ഇത്രയും വലിയൊരു ലാവണ്യശില്പം, മലയാളിക്ക് കിട്ടിയ ലാവണ്യശില്പം വേറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലം നളൻ്റെയും ദമയന്തിയുടെ കൂടെയൊക്കെ ഉറങ്ങി ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു പരിണതഫലമായിട്ടാണ് ഈ നളചരിതം ഉണ്ണായിയുടെ ആത്മകഥയാണ്, ആട്ടക്കഥ മാത്രമല്ല എന്നുള്ളൊരു ആംഗിളിൽ വർക്ക് ചെയ്ത പ്രിയമാനസം ഇപ്പോൾ നാഷണൽ അവാർഡും കിട്ടുന്നു. പല നാഷണൽ അവാർഡ് കിട്ടുന്നതിലും ഉപരിയായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പടം കൊണ്ട് ഇന്ത്യ മുഴുവൻ ഞാൻ നടന്നിട്ടുണ്ട്. ഒരുപാട് ചലച്ചിത്രമേളകളിൽ ഈ ഒരു യാത്ര ചെയ്തപ്പോൾ ഒരുപാട് നല്ല ഗംഭീര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ നാഷണൽ അവാർഡിന് അപ്പുറം ലഭിക്കുന്ന ഓസ്കാറുകളാണ് അതൊക്കെ. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ പലതവണ എൻ്റെ അമ്മമ്മയൊക്കെ നളചരിതം കാണാൻ അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അത് എല്ലാ ശിവരാത്രിക്കും അടുത്ത അമ്പലത്തിൽ കഥകളി വരുമായിരുന്നു. അപ്പോൾ അതിലൊരു കഥ എല്ലാ വർഷവും നളചരിതമായിരിക്കും. അപ്പോൾ അങ്ങനെ അന്നും കാര്യമായിട്ട് ഇതൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അന്ന് കുറച്ച് നേരം കാണും, പിന്നെ കിടന്ന് ഉറങ്ങും. അങ്ങനെയാണ് നളചരിതത്തിലേക്ക് വന്നത്. പിന്നെ കോളേജ് കാലഘട്ടങ്ങളിലാണ് ഇതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് ആണ് GV അയ്യരുടെ 2 ചലച്ചിത്രങ്ങൾ, സംസ്കൃതത്തിലുള്ള 2 ചലച്ചിത്രങ്ങൾ കാണാനിടയായത്. അന്ന് നാഷണൽ നെറ്റ്വർക്കിൽ ഈ ക്ലാസിക് ഫിലിമുകൾ വരുന്ന കാലത്താണ് GV അയ്യരുടെ 2 സിനിമ കാണാനിടയായത്. അപ്പോൾ അത് അന്നൊരു ഭയങ്കര ഫാസിനേഷനായിരുന്നു. ഇങ്ങനൊരു ഭാഷയിലൊരു സിനിമ ഉണ്ടാവുമോ? നമുക്കൊരു വർത്തമാന ഭാഷയല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇത് ടോക്കിംഗ് ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ട് എങ്ങനെ അതിൽ കഥാപാത്രങ്ങൾ ഇത് സംസാരിക്കും എന്നുള്ളൊരു കൗതുകത്തിൻ്റെ പുറത്താണ് ആ സിനിമ കാണുന്നത്. പക്ഷേ അന്ന് പലതും അത് മനസ്സിലായില്ല. കാരണം അദ്ദേഹം ഒരു ആചാര്യനാണ്, നന്നായിട്ട് സംസ്കൃതം അറിയുന്ന ഒരു വ്യക്തിയാണ്, സന്യാസി തുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ്. അദ്ദേഹം 6 മാസക്കാലം ഹിമാലയത്തിലും അടുത്ത 6 മാസക്കാലം മധു അമ്പാട്ടിനെ കൊണ്ട് സിനിമ സെറ്റിലുമാണെന്നുള്ള ഒരു തമാശ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചെയ്ത ആ സിനിമകളിൽ ഇപ്പം ഞാനത് നോക്കിക്കാണുമ്പോൾ വളരെ അതിന്ന് ആളുകൾ അകന്നു പോയിരുന്നു. ഈ സംസ്കൃതത്തിൽ നിന്ന് ആളുകൾ അകന്നു പോകാൻ ഒരു കാരണം ഇതുപോലുള്ള ഒരു പ്രവർത്തനമായിരിക്കാനുള്ള ഒരു ചാൻസ് കിടക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം ആചാര്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ തരത്തിലുള്ളൊരു സിനിമയെ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം സംസാരിച്ച് പ്രൗഢഗംഭീരമായ സംസ്കൃതമാണ്. അത് വളരെ കടികട്ടി സംസ്കൃതമാണ്. ഇപ്പോൾ 2ാമത്തെ സിനിമയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയിൽ കഥാപാത്രങ്ങൾ മുഖത്തോട് മുഖം നോക്കി കവിത അവതരിപ്പിക്കുകയായിരുന്നു. ഭയങ്കര കവിതകൾ ആലാപനമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ പേടി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭാഷ ശരിക്കും നമുക്ക് മനസ്സിൽ തൊടാനുള്ളൊരു മാധ്യമമാണ്. നമ്മൾ മനസ്സിൽ തൊട്ടുകൊണ്ട് സംസാരിക്കാനാണത്. അതിന് ഒന്നിൻ്റെ ആവശ്യമില്ല. ഭാഷയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ ഈ സിനിമകളിലെ ഭാഷ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം? കാരണം നമ്മൾ കാളിദാസിനെയും ഇപ്പോൾ എഴുത്തും വായനയൊക്കെ ശീലിക്കുന്ന ഒരാൾക്കറിയാം, കാളിദാസിനെയും ഗീതാഗോവിന്ദ കർത്താവിനെയൊക്കെ വായിക്കുമ്പോൾ
നമുക്ക് ആ ഭാഷയുടെ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ പറ്റും, ആ ഭാഷയുടെ മ്യൂസിക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും മ്യൂസിക്കലായിട്ടുള്ള മറ്റൊരു ഭാഷയില്ല. തമിഴും സംസ്കൃതവുമാണ് ഏറ്റവും നല്ല മ്യൂസിക്കൽ ഭാഷ. അതിൽ തമിഴിനേക്കാളും ഒരുപടി മുന്നിലാണ് സംസ്കൃതത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനൊരു ഭാഷയിൽ സിനിമ ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും അത്. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് GVR ഉപയോഗിച്ച് സംസ്കൃതത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ച് നടക്കാൻ ആലോചിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംസ്കൃതത്തിനെ എങ്ങനെ ലളിതവൽക്കരിക്കാം, ലളിതമായ സംസ്കൃത പദങ്ങളിലൂടെ എങ്ങനെ ഈ കഥാപാത്രങ്ങൾ സംസാരിക്കാം. നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്ന പോലെ, ഹിന്ദി സംസാരിക്കുന്ന പോലെ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ സംസ്കൃതത്തിന് സംസാരിക്കാൻ പറ്റുമോ? സാധാരണ മനുഷ്യൻ്റെ കഥ. കാരണം ഞാൻ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് മനുഷ്യനെക്കുറിച്ചുള്ള സബ്ജക്റ്റാണ്. നളചരിതം വരെ, ഉണ്ണായി വരെ നമുക്ക് യുദ്ധകഥകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ദൈവങ്ങളുടെയും അസുരന്മാരുടെയും കഥയാണ്. അതും നമ്മളിൽ നിന്നും കുറച്ച് അകലെയാണത്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നത് ഉണ്ണായി വരെ. അപ്പോൾ എനിക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് മനുഷ്യനിലേക്ക് എത്തുന്ന തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രണയിനിയോട്, എൻ്റെ അമ്മയോട്, എൻ്റെ ഗുരുനാഥനോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അകലമേ ഇതിൽ പാടുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് ഞാൻ ആ തരത്തിൽ സംസ്കൃതത്തെ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇതിന് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രിയമാനസ്ഥ ആളുകൾ ഇത്രയും നെഞ്ചേറ്റിയതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ വളരെ ലളിതമായിട്ടുള്ളൊരു സംസ്കൃതമാണ് ഉപയോഗിച്ചത്. അതിലേക്ക് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്തു. പല ഫെസ്റ്റിവലിലും നിറഞ്ഞു കവിഞ്ഞ ആളുകൾ തറയിലിരുന്നാണ് ഈ പടം കണ്ടത്. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മലയാള പടത്തിന് പോലും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഇത് ആദ്യം ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്താലും നമുക്ക് എങ്ങനെ ഈ ആളുകളെ, ഇത് സംസ്കൃതം അറിയാത്ത ആളുകളെ കൊണ്ട് ഇത് സംസാരിപ്പിക്കുന്നുള്ളത്. ഒന്നാമത് ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോഴും പ്രശ്നമുള്ളത് പല ഗ്രൂപ്പുകളുണ്ട് സംസ്കൃതത്തിൽ. പലരും പല തരത്തിലുള്ള തർക്കങ്ങളാണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എങ്ങനെയാണ് സംസ്കൃതം പറയേണ്ടതെന്നും എങ്ങനെ എഴുതേണ്ടതെന്നും. ഓരോ ഗ്രൂപ്പും ഓരോ തരത്തിലാണ് ഇതിൻ്റെ ഗ്രാമർ നിശ്ചയിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷൻ വർക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ കഥാപാത്രങ്ങളെ കൊണ്ട് ഇത് സംസാരിപ്പിക്കുന്നുള്ള ഒരു ചാലഞ്ച് തന്നെയായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം ചെയ്തത്, ഈ രാജേഷ് ഹെബ്ബാറാണ് ഇതിൽ ഉണ്ണായി വാര്യരായിട്ട് അഭിനയിച്ചത്. പിന്നെ 2 ഡാൻസേഴ്സാണ്, പുതുമുഖങ്ങളാണ്. അത് ഒന്ന് പ്രതീക്ഷ കാശി എന്നുള്ള ഒരു കന്നഡക്കാരിയാണ്. അവർക്ക് മലയാളമൊന്നും അറിയില്ല, കന്നഡ ഭാഷയും ഇംഗ്ലീഷും മാത്രമേ അറിയുള്ളൂ. പക്ഷേ അവർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കുച്ചിപ്പുടി നർത്തകിയാണ്. മറ്റൊന്ന് മീര ശ്രീനാരായണൻ എന്നുള്ളൊരു ഭരതനാട്യം ഡാൻസർ, മലയാളിയാണ്. പക്ഷേ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. മലയാളമായിട്ട് കുറച്ച് അകലമുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരെല്ലാം ഞാൻ മുഴുവൻ സ്ക്രിപ്റ്റും ഇത് കൊടുക്കുകയാണ്. മുഴുവൻ മലയാള സ്ക്രിപ്റ്റും കൊടുത്തു, ഇതിൻ്റെ സംസ്കൃത സ്ക്രിപ്റ്റും കൊടുക്കുകയാണ്. പിന്നെ നളചരിതം, ഈ സബ്ജക്റ്റ് എനിക്ക് വലിയൊരു ഗുണം, സബ്ജക്റ്റിലൂടെ ഭാഷയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നളചരിതം മുഴുവൻ ഞാൻ ഇവരെ പല ആളുകൾ അഭിനയിച്ചത് കാണിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക്കൽ സൈഡ്, ഇതിൻ്റെ അഭിനയ പാടവം, അങ്ങനെ അതിലൂടെയൊക്കെ ഈ ഭാഷയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവർ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ക്യാമ്പ് ഉണ്ടാക്കിയത്. ഈ ക്യാമ്പിൽ നമ്മൾ സംസ്കൃതം എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ ചെയ്തിരുന്നു. പല ആളുകളെ വെച്ചുകൊണ്ട് ഈ എങ്ങനെയാണ് നമുക്ക് വേണ്ട ഒരു ടോക്കിംഗ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം നേരത്തെ റെഫറൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു ടോക്കിംഗ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ഇതിന് ട്രെയിനിങ്ങിന് വന്ന ആളുകൾ പലത് സമ്മതിക്കില്ലായിരുന്നു. ഇങ്ങനെയല്ല, അത് മന്ത്രം ഉച്ചരിക്കുന്ന പോലെയല്ലേ ഉച്ചരിക്കേണ്ടത് എന്ന്. അപ്പോൾ അവരും ആ പഴയ കൺസെപ്റ്റിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിന് പുതിയ ഇതുമായിട്ട് താതാത്മ്യം വരുന്ന മറ്റാളുകളെ തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെ അതൊരു വലിയ യത്നമായിരുന്നത്. പിന്നെ ഇത് ഷൂട്ടിംഗ് സമയത്തും ഇത് ശരിക്കും ഭയങ്കര രസമായിരുന്നു. നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു സിനിമയുടെ ലൊക്കേഷൻ പോലെയൊന്നുമല്ല. ശരിക്കും നളന്ദ തക്ഷശില സർവകലാശാല പോലൊരു അവസ്ഥയായിരുന്നു. ഒരു ഭാഗത്ത് കുറേ പേര് സംസ്കൃതം പഠിക്കുന്നു, മറ്റേ ഭാഗത്ത് കുറേ ഡാൻസ് പഠിക്കുന്നു, ഇപ്പുറത്ത് കഥകളി പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഭയങ്കര, ഇപ്പോൾ മാതൃഭൂമിയും മറ്റ് ചാനലും ഒക്കെ വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം അതായിരുന്നു. ഇത് ശരിക്കും ലൊക്കേഷൻ പോലെയല്ല, ഇത് ഒരു സർവകലാശാലയുടെ ഫീലാണ് ഇവിടെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത്തരം ഒരു സബ്ജക്റ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് ശരിക്കും ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇത് ഡബ് ചെയ്യുന്ന സമയത്തും ആളുകളുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എവിടെ മുറിക്കണം, ആ ഗ്രാമർ പ്രശ്നമില്ലാതെ ഇരിക്കാനും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, എൻ്റെ ഇതിൽ അഭിനയിച്ച ആളുകളെല്ലാം വളരെ ഗംഭീരമായിട്ട് സംസ്കൃതം പ്രൊനൗൺസ് ചെയ്തു എന്നുള്ളതാണ്. അത് എനിക്ക് ഒട്ടും പ്രശ്നമല്ലാത്തൊരു ഏരിയ ആയിരുന്നു അത്. ഞാൻ ഏറ്റവും പേടിച്ചതും അതായിരുന്നു. പക്ഷേ അതാണ് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു.